അനുഗ്രഹം നൽകട്ടെ. മുറ്റും രക്ഷിക്ക എന്നെ, എന്നിലോടും നീ ശ്വാസം വിട്ടൻ കൺമങ്ങും നേരം, സ്വർലോക ഭാഗ്യം ചേർന്നു അങ്ങേ ഞാൻ കാണും നേരം, പിളർന്നോരു പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ എന്ന സുപ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് ഗാനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ പാട്ട്. അതെഴുതിയത് അഗസ്റ്റസ് എം ടോപ്ലാഡി എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നായ അദ്ദേഹം തൻ്റെ 16-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. അയർലൻഡിൽ വെച്ച് ഉള്ളതായ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ച് ഒരു സാധാരണക്കാരനായ ദൈവദാസൻ്റെ വചനം കേട്ട് ഈ അഗസ്റ്റസ് എം ടോപ്ലാഡി തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. തൻ്റെ നല്ല പ്രായത്തിൽ, ആ കൗമാരപ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുകയും കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കുറേ വർഷങ്ങൾക്ക് ശേഷം, താൻ മാനസാന്തരപ്പെട്ടതിനും കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മലയോര പ്രദേശത്ത് വെച്ച് നടന്ന ഒരു ക്രൂസൈഡ് സംബന്ധിച്ചതിന് ശേഷം മടങ്ങിപ്പോരുമ്പോൾ വലിയ കാറ്റും ഭയങ്കരമായ പേമാരിയും ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ മലമ്പ്രദേശത്ത് ഒരു അഭയസ്ഥാനം നേടി അദ്ദേഹം ഓടി നടന്നപ്പോൾ ഈ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് ഇരിക്കുവാനായി ഒരു അഭയ സങ്കേതം തേടി നടന്നപ്പോൾ അദ്ദേഹം ഒരു വലിയ പാറയുടെ മറവ് കണ്ടെത്തി. ആ പാറയുടെ പിളർപ്പിലേക്ക് അദ്ദേഹം കയറിയിരുന്നു. അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ആ വലിയ പേമാരിയും കൊടുങ്കാറ്റും എല്ലാം വീശി അടിക്കുമ്പോഴും ആ പാറയുടെ പിളർപ്പിൽ താൻ സുരക്ഷിതനായിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഓർത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നതായ ആശയമാണിത്. ഒരിക്കൽ ദൈവദാസനായ മോശെ ഏറ്റവും സൗമ്യനായി, ഭൂതലത്തിലേക്കും ഏറ്റവും വലിയ സൗമ്യനെന്ന് ദൈവം തന്നെ പറഞ്ഞതായ മോശെ ഒരിക്കൽ ജീവനുള്ള ദൈവത്തോട് ചോദിച്ചു. ദൈവത്തെ അഭിമുഖമായി കണ്ട ഒരു വ്യക്തിയാണ് മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് അങ്ങയുടെ മഹത്വം ഒന്ന് കാണുവാൻ ഒരവസരം തരാമോ എന്ന്. എന്നാൽ ജീവനുള്ള ദൈവം മോശയോട് പറഞ്ഞു, ഇല്ല, നിനക്കെന്നെ നേരിൽ കാണുവാൻ കഴിയുകയില്ല. എന്നെ നേരിൽ കണ്ടാൽ നീ ഒരിക്കലും ജീവനോടെ ഇരിക്കുകയില്ല. എന്നാൽ ഞാൻ ഇതിലെ കടന്നു പോകുമ്പോൾ, എൻ്റെ മഹത്വം ഇതിലെ കടന്നു പോകുമ്പോൾ നീ ആ കാണുന്ന പാറയുടെ പിളർപ്പിൽ കയറിയിരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട്, ആ പാറയുടെ പിളർപ്പിൽ ഇരുന്നു കൊണ്ട് നിനക്കെൻ്റെ പുറഭാഗം കാണുവാൻ കഴിയും. എൻ്റെ മുൻഭാഗമല്ല, എൻ്റെ പുറകുവശം അല്പമായി കാണുവാൻ കഴിയും. ദൈവം ഇങ്ങനെയാണ് മോശയോട് പറഞ്ഞത്, എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. ആ പാറയുടെ പിളർപ്പിലിരുന്നു കൊണ്ട് മോശെ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ജീവനുള്ള ദൈവത്തെ നേരിൽ കണ്ട മോശ, അത് ദൈവത്തിൻ്റെ മഹത്വം ആ പിന്നിൽ നിന്ന് പാറയുടെ പിളർപ്പിൽ നിന്ന് ദർശിച്ച മോശെ. ഇവിടെ അഗസ്റ്റസ് എം ടോപ്ലാഡി എന്ന് പറയുന്നതായ ആ ദൈവ പൈതൽ ആ പാറയുടെ പിളർപ്പിലിരുന്നു കൊണ്ട് പുറമേക്ക് നോക്കിയപ്പോൾ അത് സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ തിരുക്കുമാരനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഓർത്തത്. ആ ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരുന്നത് കൊണ്ട് തനിക്ക് ഈ ലോകമാകുന്ന പേമാരിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും, അത് ഈ ലോകത്തിലെ വൻ തിരമാലകൾ തന്നെ കീഴടക്കാൻ വരുമ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതായ ആ കാര്യം ഓർത്ത് നന്ദിയോടെയാണ് അദ്ദേഹം ആ പാട്ട് എഴുതിയത്. പുറമേയുള്ളതായ ഒരു പാറയ്ക്ക്, പുറമേയുള്ളതായ ലോകപ്രകാരമുള്ള ഒരു കൊടുങ്കാറ്റിൽ നിന്നും വലിയ മഴയിൽ നിന്നും തന്നെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ആത്മീകമായി തൻ്റെ ജീവിതത്തിലേക്ക് നേരിട്ട് വരുന്നതായ ഓരോ പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ക്രിസ്തുവാകുന്ന പാറമേൽ മറഞ്ഞിരുന്നാൽ താൻ സുരക്ഷിതനാണെന്നുള്ള ആശയം വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ പാട്ട് എഴുതിയത്. പ്രിയപ്പെട്ടവരെ, സുപ്രസിദ്ധമായ ആ ഗാനം റോക്ക് ഓഫ് ഏജസ് ഇന്നും ജനഹൃദയങ്ങൾ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ പാടി ആശ്വസിക്കുന്ന ഒരു ഭക്തിഗാനമാണ്, ഒരു ക്രിസ്തീയ ഗാനമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു, അന്ന് ടോപ്ലാഡി കണ്ടെത്തിയതായ നല്ലവനായ യേശു ക്രിസ്തു, ഈ കർത്താവ് ആ ഒരു വ്യക്തിയുടെ മാത്രം ദൈവമല്ല. കർത്താവ് നമ്മെയും സ്നേഹിക്കുന്നു.
നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവ ആകുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ തിരമാലകളിലും ഈ ലോകത്തിൻ്റെതായ പ്രതികൂലങ്ങളിലും ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളിലും രോഗബാധകളിലും കടക്കിണികളിലും ഒന്നും പെട്ട് നമ്മുടെ ഹൃദയം കുലുങ്ങി പോവുകയില്ല. കാരണം ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിലാണ് ഒരു ഭക്തൻ്റെ മറവിടം, ഒരു ഭക്തൻ്റെ ആശ്വാസം. ഹല്ലേലൂയ. ഈ കർത്താവിൽ മറഞ്ഞിരുന്നാൽ, ആ ഇളകാത്ത പാറയാകുന്ന ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ നമ്മുടെ ഈ ഭൗതികമായ ജീവിതവും ആത്മീയമായ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തു നമ്മെ മനോഹരമായി വഴി നടത്തും. ഒരുപക്ഷെ നമ്മെ തകർക്കുവാൻ തക്കോണം പുറമേയുള്ളതായ കാറ്റും കോളും പേമാരിയും പ്രതിസന്ധികളും എല്ലാം ആഞ്ഞടിച്ചു വന്നു എന്നിരിക്കാം. എന്നാൽ ഭക്തൻ പാറയ്ക്കുള്ളിൽ പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരുന്നു പോലെ അന്ന് മോശെ പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരുന്നുകൊണ്ട് സ്വർഗത്തിലെ ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചതുപോലെ ക്രിസ്തുവാകുന്ന പാറമേൽ നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ മറഞ്ഞിരുന്നാൽ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളിൽ തകർന്നു പോകാതെ നാമും സുരക്ഷിതരായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അതിനാണ് നമ്മെ ക്ഷണിക്കുന്നത്. നല്ലവനായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു കർത്താവിൻ്റെ അരികിലേക്ക്, പാറയാകുന്ന ക്രിസ്തുവിൻ്റെ അരികിലേക്ക്. നിങ്ങളുടെ ജീവിതം ഈ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? നല്ലവനായ യേശുവിൻ്റെ വിളി സ്വീകരിച്ച് ആ പൊന്നു കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വെച്ചു കൊടുത്താൽ നാം ഭാഗ്യശാലികളാണ്. ഇന്ന് അനേകം ദൈവഭക്തരായ വ്യക്തികളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും. അനേക ഭക്തരായവരുടെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. അവരെല്ലാം ഈ ക്രിസ്തുവിൽ ചാരി ശാശ്വതമായ സമാധാനം കണ്ടെത്തിയവരാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തതിൻ്റെ സൗഭാഗ്യവും സമാധാനവും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ നമുക്ക് മറഞ്ഞിരിക്കാം. ഒരിക്കലും ഇളകാത്ത പാറയായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. ആ തുളയ്ക്കപ്പെട്ട തിരുവിലാവിൽ നമുക്ക് ഒളിഞ്ഞിരിക്കാം. ഒരിക്കലും ഇളകാത്ത പാറയാകുന്ന ക്രിസ്തുവിൽ നമുക്ക് മറഞ്ഞിരിക്കാം. ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. എന്നേക്കുമായി അവൻ്റെ കരങ്ങളിലേക്ക്, സുരക്ഷിതമായ കരങ്ങളിലേക്ക്, ശാശ്വത പാറയായ ക്രിസ്തുവിലേക്ക്, ആ പാറമേൽ ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതം വേർതിരിക്കാം. ദൈവത്തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.